പിണറായി സർക്കാരിനൊക്കെ നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അയാൾക്കാണെങ്കിൽ എന്താ ആൾക്കാരോടൊരു പുച്ഛവും സാധാരണ അവരെക്കുറിച്ചൊരു ചിന്തയില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇനി വരുന്ന സർക്കാർ നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 വർഷത്തിന് ശേഷം കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ ഭരണത്തെ ജനം നോക്കിക്കാണുന്നത്? PD സതീശൻ എന്ന മുഖ്യമന്ത്രിയിൽ ജനങ്ങളുടെ വോട്ടർമാരുടെ പ്രതീക്ഷ എന്താണ്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ജനം വോട്ടർമാർ നോക്കിക്കാണുന്നത് എന്ന് ചോദിക്കാം. രണ്ട് സീറ്റിൻ്റെ മാൻഡേറ്റാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് UDFും കോൺഗ്രസും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവർ ചെയ്യണം. അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചടിക്കുക, സംശയമില്ല. രോമങ്ങൾ നോക്ക്, നല്ലൊരു വ്യക്തിയും കാര്യങ്ങളുമാണ് സതീശൻ. UDF സർക്കാർ അധികാരത്തിൽ വരികയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ജനസിയൊക്കെ പ്രതീക്ഷ? പുതിയ മുഖ്യമന്ത്രിയെ കിട്ടും. LDF സർക്കാരിൻ്റെ കീഴിൽ അതായത് ആ ഒരു അണ്ടറിലായിരുന്നു. എനിക്ക് അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം പ്രോപ്പറായി പക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ആ ഒരു സാധനം തന്നെ കീപ്പ് ഓൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് പറ്റിയാൽ നല്ലത്. പക്ഷെ അതിൽ നിന്ന് താഴോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പുതിയ മുഖ്യമന്ത്രി VD സതീശൻ നല്ല മനുഷ്യനാണ്. അദ്ദേഹം നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഏത് കാര്യവും എതിർക്കാനും ന്യായമായ നിയമങ്ങൾ പറയാനും എടുക്കാനും നല്ല മിടുക്കുള്ള ആളാണ്. നല്ല ഭരണം കാഴ്ചവെക്കിട്ട് ജനങ്ങൾ വീണ്ടും കൊടുക്കും. പിണറായി സർക്കാരിനൊക്കെ നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അയാൾക്കാണെങ്കിൽ എന്താ ആൾക്കാരോടൊരു പുച്ഛവും സാധാരണ അവരെക്കുറിച്ചൊരു ചിന്തയില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇനി വരുന്ന സർക്കാർ നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ അറിയാം. എങ്ങനെയാണ് ലെഫ്റ്റിന് നല്ല പ്രതിപക്ഷമാവാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഭരണ പാർട്ടി എന്ത് ചെയ്യുന്നു ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം തന്നെ ഇവിടെ ഇരുന്ന് ഭരിച്ച വർഷം തന്നെ മൊത്തം കാണിച്ചു കൂട്ടിയവർക്ക് അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ജനങ്ങൾ ആഗ്രഹിച്ചതൊന്നും ഇവർക്ക് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല. കാര്യം എല്ലാം പരസ്പരം ഇപ്പോഴും ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ. 102 സീറ്റിൻ്റെ മാൻഡേറ്റാണ് ജനം കൊടുത്തത്. അതിന് ഉത്തരവാദിത്തം അവർ കാണിക്കുന്നില്ല എന്നാണോ? കാണിക്കുന്നില്ല. 102 സീറ്റ് കിട്ടിയവർ അത് 24 മണിക്കൂറിനകത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്നും അധികാരത്തിൽ വരുമെന്നും ജനങ്ങളുടെ അഭിലാഷമനുസരിച്ച് പ്രവർത്തിക്കുന്നൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. സൗജന്യ യാത്ര അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ നടപ്പാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 90% നടപ്പാകുന്ന തന്നെയാണ് പ്രതീക്ഷ. പുതിയ സർക്കാർ നല്ല വികസനം കൊണ്ടുവരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ LDF ഭരണത്തിൽ ഇറങ്ങിയതിന് ശേഷം തുടക്കത്തിൽ നല്ല ഭരണമായിരുന്നു. അതിനുശേഷം ഭരണം മോശമായി. അവരുടെ പാർട്ടിക്കാർ തന്നെ അവരെ വിയോജിപ്പ് പ്രഖ്യാപിച്ചു. നല്ല രീതിയിലുള്ള ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പിണറായി സർക്കാർ ഇറങ്ങി 10 വർഷം ഭരിച്ചു. അപ്പം ഇനിയുള്ള പുതിയൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അതിലൊക്കെ പ്രതീക്ഷ വെക്കുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട്, ഉണ്ടാവും എന്തായാലും. ഞാൻ പൊളിറ്റിക്സ് അങ്ങനെ ഇതായിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ഞാൻ കുറേ മീംസും Instagram റീൽസ് കാണുമ്പോൾ ഐ തിങ്ക് VD സതീശൻ is going to be a good CM. സതീശന് പെർഫോം ചെയ്യാൻ പറ്റുമോ? എക്സ്പെക്ടേഷൻ ഉണ്ട്. റിയാലിറ്റി എന്താണെന്ന് 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയ സർക്കാരിൽ ജനം ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷ നിറവേറ്റാൻ സർക്കാരിനാകുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സുഫൻ VP, മീഡിയ 1, തിരുവനന്തപുരം.